യൂറോപ്പിലെ രാഷ്ട്രീയ അന്തരീക്ഷം വംശീയതയുടെയും തീവ്ര ദേശീയതയുടെയും പേരിൽ വീണ്ടും കലുഷിതമാകുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് പോളണ്ട് പാർലമെന്റിൽ നിന്ന് പുറത്തുവരുന്നത്. നാറ്റോ സഖ്യകക്ഷിയായ പോളണ്ടിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ ഇസ്രയേൽ പതാക വികൃതമാക്കപ്പെടുകയും അതിനു മുകളിൽ നാസി ചിഹ്നമായ സ്വസ്തിക പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും ഹോളോകോസ്റ്റിന്റെയും കറുത്ത ഓർമ്മകൾ പേറുന്ന പോളണ്ട് മണ്ണിൽ തന്നെ ഇത്തരമൊരു സംഭവം അരങ്ങേറി എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. നാസി ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്ക് ദശലക്ഷക്കണക്കിന് ജൂതന്മാർ ഇരയായ ചരിത്രമുള്ള യൂറോപ്പിൽ ആ വിദ്വേഷത്തിന്റെ ചിഹ്നം വീണ്ടും ഉയർത്തുന്നത് ഹോളോകോസ്റ്റ് ഇരകളുടെ സ്മരണയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഈ സംഭവത്തെ സെമിറ്റിക് വിരുദ്ധതയുടെ ഭീകരത എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ പാർലമെന്റിനുള്ളിൽ ഇത്തരം വിദ്വേഷ ചിഹ്നങ്ങൾ എങ്ങനെ പ്രവേശിച്ചു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായും രാഷ്ട്രീയ ജീർണതയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യൂറോപ്പിലെ ഇത്തരമൊരു നീക്കം വെറുമൊരു പ്രാദേശിക പ്രതിഷേധമായി കാണാൻ കഴിയില്ല. ഇസ്രായേലിന്റെ ഗൾഫ് സഖ്യകക്ഷികളും പാശ്ചാത്യ രാജ്യങ്ങളും ഈ സംഭവത്തെ ഒരുപോലെ അപലപിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എങ്ങനെയാണ് യൂറോപ്പിലെ തെരുവുകളിലും പാർലമെന്റുകളിലും ധ്രുവീകരണം ഉണ്ടാക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. പോളണ്ടിലെ നിയമസഭാ സാമാജികർക്കിടയിൽ തന്നെ ഈ വിഷയം വലിയ വാക്പോരിന് വഴി തുറന്നു. ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. ചരിത്രപരമായ ബോധമില്ലായ്മയും രാഷ്ട്രീയമായ വിദ്വേഷവും ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന വിനാശകരമായ അവസ്ഥയാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിവാകുന്നത്. നാസിസത്തിന്റെ ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ച പോളണ്ട് പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരമൊരു ചിഹ്നം ഉയർത്തുന്നത് അവിടുത്തെ ജനതയുടെയും സർക്കാരിന്റെയും അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായി നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ ഈ സംഭവം കാരണമാകും. വിദ്വേഷ പ്രസംഗങ്ങളും രാഷ്ട്രീയ പ്രകോപനങ്ങളും പരിധി വിടുമ്പോൾ അത് ഇത്തരം അക്രമാസക്തമായ പ്രകടനങ്ങളിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. യൂറോപ്പിലുടനീളം വളർന്നുവരുന്ന വലതുപക്ഷ തീവ്രവാദവും സെമിറ്റിക് വിരുദ്ധതയും ഈ സംഭവത്തോടെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പലപ്പോഴും രാഷ്ട്രീയ വിയോജിപ്പുകൾ വംശീയ അധിക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. പോളണ്ട് സർക്കാർ ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഇസ്രായേൽ അനുകൂലികളും മനുഷ്യാവകാശ പ്രവർത്തകരും വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ്. വിദ്വേഷം പടർത്തുന്ന ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് വലിയ സാമൂഹിക വിപത്തായി മാറുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പോളണ്ട് പാർലമെന്റിലെ ഈ ദൗർഭാഗ്യകരമായ സംഭവം വെറും ഒരു പതാകയെ അപമാനിക്കലല്ല, മറിച്ച് മനുഷ്യത്വത്തിനു മേലുള്ള കരിനിഴലായി മാറിയിരിക്കുകയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇത്തരം വിദ്വേഷ പ്രകടനങ്ങൾ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രൂക്ഷമായ പ്രതികരണം വരും ദിവസങ്ങളിൽ പോളണ്ടും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. വിദ്വേഷ ചിഹ്നങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പോൾ ഓരോ രാഷ്ട്രത്തലവന്മാരുടെയും കടമയായി മാറിയിരിക്കുകയാണ്.